ആലിലത്താലി അവസാന ഭാഗം. രചന സീതാ കൃഷ്ണ. അവതരണം നന്ദു അച്ചു കൃഷ്ണ. രാവിലെ കൃഷ്ണ കണ്ണു തുറക്കുമ്പോൾ അവൾ ഹരിയുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. അവൾ നോക്കുമ്പോൾ ഹരി നല്ല ഉറക്കം. കുറച്ചു നേരം അവനെ തന്നെ നോക്കിയിരുന്നു. അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് അവന്റെ രണ്ട് കണ്ണിലും മാറി മാറി ഉമ്മ വെച്ചു. കൃഷ്ണ ഹരിയുടെ കവിളിൽ തഴുകിക്കൊണ്ട് എഴുന്നേറ്റു. കുളിച്ച് വസ്ത്രം മാറി താഴേക്ക് ചെന്നപ്പോൾ ഇന്ദു അടുക്കളയിൽ നല്ല തിരക്കിലായിരുന്നു. അവളും അങ്ങോട്ട് ചെന്നു. അവളെ കണ്ടതും ഇന്ദു അവളെ തന്നെ നോക്കി നിന്നു. എന്താമ്മ ഇങ്ങനെ നോക്കുന്നത്? ആദ്യം കാണുന്നത് പോലെ. ഇന്ദു ഒരു പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ തലോടി. ഒന്നുമില്ലടാ, അമ്മയുടെ കുട്ടിയുടെ മുഖത്തെ സന്തോഷം കണ്ട് നോക്കി നിന്നതാ. ഇനി എന്നും ഈ സന്തോഷം ഇവിടെ കാണണേന്ന് ഈശ്വരന്മാരോട് അപേക്ഷിച്ചതാ. കൃഷ്ണ അമ്മയെ കെട്ടിപ്പിടിച്ചു. എന്റെ അമ്മക്കുട്ടി പേടിക്കണ്ട. ഹരിയേട്ടൻ കൂടെയുള്ളപ്പോൾ എനിക്കിനി ഒരു സങ്കടവും ഉണ്ടാവില്ല. ശരിയാ മോളെ, ഹരിക്കുട്ടൻ എന്റെ മോളുടെ ഭാഗ്യമാണ്. അവന് മോളെ ജീവന. ഈ ലോകത്ത് മറ്റാർക്കും നിന്നെ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിക്കുമോ? ഒരുപാട് അനുഭവിച്ചു എന്റെ മോൻ. മോളായിട്ട് ഇനി ഒരിക്കലും അവനെ വിഷമിപ്പിക്കരുത്. ഇല്ലമ്മേ, ഇനി ഒരിക്കലും ഞാൻ എന്റെ ഹരിയേട്ടനെ വേദനിപ്പിക്കില്ല. എനിക്കറിയാം എന്റെ മോൾ അവനെ നല്ലപോലെ നോക്കുമെന്ന്. എന്നാലും അമ്മ ഓർപ്പിച്ചതാണ്. ആ കിച്ചു, നീ അനുമോളെ ഒന്ന് വിളിക്ക്. ഇന്ന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. ആ ശരി അമ്മേ. അവള് അനു കിടക്കുന്ന റൂമിലേക്ക് ചെന്നു. തലയിണം കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നവളെ കണ്ടപ്പോൾ കൃഷ്ണയ്ക്ക് ചിരി വന്നു. കൃഷ്ണ അനുവിന്റെ അരികിലിരുന്ന് തലയണ മാറ്റി അവിടെ കിടന്നു. അനു പെട്ടെന്ന് കണ്ണു തുറന്നു. കൃഷ്ണയെ കണ്ടപ്പോൾ പുഞ്ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അച്ചോടാ, എന്തിനാ എന്റെ അനുക്കുട്ടി കരയുന്നേ? ഏയ്, ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. എനിക്കറിയാം എന്താണെന്ന്. 2 വർഷമായി നീ എന്നെ കെട്ടിപ്പിടിച്ചല്ലേ ഉറങ്ങാറ്. എനിക്ക് പകരമല്ലേ നീ തലയണം കെട്ടിപ്പിടിച്ച് കിടന്നത്. അത് പെട്ടെന്ന് ഞാൻ വീണ്ടും ഒറ്റയ്ക്കായ പോലെ തോന്നി. അതാ ഞാൻ. എന്റെ അനുക്കുട്ടാ, നീ ഇത്രയ്ക്ക് തൊട്ടാവാടിയാണോ? അയ്യേ. ശരി, ഞാൻ ഹരിയേട്ടനോട് പറയട്ടെ നിനക്ക് കെട്ടിപ്പിടിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിരാമനെ ഇങ്ങനെ പിടിച്ച് കെട്ടിക്കാൻ. ഒന്ന് പോകിച്ചു. അനു കൃഷ്ണയെ തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. എന്റെ പൊന്നെ, ഞാൻ എന്താ ഈ കാണുന്നേ? എന്റെ അനുക്കുട്ടിയുടെ മുഖത്ത് നാണോ? എന്റെ കിച്ചു, നീ രാവിലെ തന്നെ എന്നെ വാരാനായിട്ട് ഇറങ്ങിയതാണോ? ഇല്ല മുത്തേ, ഞാൻ നിന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ വന്നതല്ലേ. ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? സമയം 7:30. അയ്യോ, ഞാൻ മറന്നുപോയി. ഗോവൻ സാറിന് നേരത്തെ ചെല്ലാൻ പറഞ്ഞിരുന്നു. ഇന്ന് എണ്ണയുണ്ടല്ലോ. അതും പറഞ്ഞ് അവള് വേഗം പുറത്തേക്ക് ഓടി. കൃഷ്ണ ഹരിയെ വിളിക്കാനായി മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും ഹരി താഴേക്ക് വരുന്ന കണ്ടു. ആ, ഹരിയേട്ടൻ എഴുന്നേറ്റോ? ഞാൻ വിളിക്കാൻ വരുമായിരുന്നു. ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ടില്ല. അപ്പോ എഴുന്നേറ്റ് ഇങ്ങി പോന്നു. ഏട്ടൻ പോയി കുളിച്ചിട്ട് വാ. ഞാൻ കുളത്തിൽ പോയി കുളിച്ചോളാം. താൻ ആ ടവല് സോപ്പ് എടുത്തതാ. കൃഷ്ണ ടവല് സോപ്പ് എടുത്തു കൊടുത്തു. അവളെ കണ്ണിറുക്കി കാണിച്ചിട്ട് അവൻ ചോദിച്ചു, താൻ പോരുന്നോ കുളിക്കാൻ? അയ്യടാ, ഞാൻ കുളിച്ചതാ. മോൻ തനിയെ പോയി കുളിച്ചാ മതി. പിന്നെ വേഗം വരണം, എല്ലാവർക്കും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അനുവിന് നേരത്തെ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ വേഗം വരാം. ഹരി കുളി കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. അനു ഓഫീസിലേക്ക് പോയി. മാധവനും പുറത്തേക്ക് ഇറങ്ങി. കൃഷ്ണ അടുക്കളയിൽ ഇന്ദുവിനെ സഹായിച്ചു നിന്നു. പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പോൾ അവൾ ഹരിയെ നോക്കി. പക്ഷെ അവിടെ എങ്ങും കണ്ടില്ല. അവസാനം അവൻ കുളിപ്പടവിലെത്തി. അവിടെ ആ പടവുകളിലിരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഹരിയെ കണ്ട് കൃഷ്ണ അവന്റെ അരികിൽ ചെന്നിരുന്നു. അവളെ കണ്ടതും ഹരി അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. കൃഷ്ണ അവന്റെ തലമുടിയിൽ വിരൽ ഓടിച്ചുകൊണ്ടിരുന്നു. ഹരി അങ്ങനെ കണ്ണടച്ചു കിടന്നു. ഹരിയേട്ടാ. എന്താ ഇവിടെ വന്നിരിക്കുന്നത്? വെറുതെ. എനിക്കെന്തോ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ വേണി. ഇവിടെ വരുമ്പോഴെല്ലാം എന്റെ മനസ്സിനെന്തോ വല്ലാത്തൊരു സന്തോഷം. അതെന്താ? അറിയില്ല. നീ എനിക്ക് സ്വന്തമായത് ഇവിടെ വെച്ചല്ലേ, അതുകൊണ്ടായിരിക്കും. വേണി. എന്താ ഹരിയേട്ടാ? ഇങ്ങനെ നിന്റെ മടിയിൽ കിടക്കുമ്പോൾ അമ്മയുടെ മടിയിൽ കിടക്കുന്ന പോലെ തോന്നുന്നു. വേണി. ആ, നിനക്ക് എന്നെ ഒരു മകനെ പോലെ സ്നേഹിക്കാമോ? എനിക്ക് കൊതിയായിട്ടാ വേണി. ഞാൻ
ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ ഒരമ്മയുടെ സ്നേഹത്തിനു വേണ്ടി. ചെറിയമ്മ സ്നേഹത്തോടെ ഒന്ന് നോക്കിയിട്ട് പോലുമില്ല. മനുവിനെ ആദ്യം അവർ സ്നേഹിക്കുന്ന കാണുമ്പോൾ സങ്കടം കൊണ്ട് ഞാൻ കരയാറുണ്ട്. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ആ മടിയിൽ ഇതുപോലെ കിടന്ന് ആ വിരലുകൾ എന്റെ നെറുകയിൽ തലോടുന്നതെല്ലാം ഞാൻ എത്ര സ്വപ്നം കാണാറുണ്ടായിരുന്നെന്നോ. പക്ഷെ ഇപ്പൊ അതെല്ലാം സത്യമാണെന്ന് തോന്നിപ്പോയി. ഒരമ്മയുടെ സ്നേഹം കൂടി എനിക്ക് തരില്ലേ വേണി? ഹരിയേട്ടാ. കൃഷ്ണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ മുഖം നെഞ്ചിലേക്ക് അമർത്തി നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഹരി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളുടെ മാറിൽ മുഖം അമർത്തി കിടന്നു. അപ്പോഴും അവളുടെ വിരലുകൾ അവന്റെ മുടിയിഴകളെ തഴുകി. കുറച്ചു നേരം കഴിഞ്ഞ് കൃഷ്ണ ഹരിയെ വിളിച്ചു. ഹരിയേട്ടാ. ഉം എന്താ ആലോചിക്കുന്നത്? അത് ഞാനൊരു പാട്ടിന്റെ വരികൾ ആലോചിച്ചതാ. ഏത് പാട്ട്? അതിന് ഹരിയേട്ടൻ പാടുമോ? ഓ, ചെറുതായിട്ട്. എന്നാ പാടിയേ. വേണോ? പാട് ഹരിയേട്ടാ. ഞാൻ പാടാം. പാടിക്കഴിഞ്ഞാൽ എന്നെ ഓടിക്കരുത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ, അതങ്ങനെയാ. പാട് ഹരിയേട്ടാ, ഞാൻ ഓടിക്കില്ല. സത്യം? ആ, സത്യം. അവൻ താൻ മനസ്സിൽ കണ്ട പാട്ടിന്റെ വരികൾ മൂളി. ഹരിയേട്ടാ. അപ്പൊ ഹരിയേട്ടനാണോ എനിക്ക് പാട്ടുപാടി അയച്ചിരുന്നത്? ഉം അതെങ്ങനെ? എന്റെ നമ്പർ എങ്ങനെ കിട്ടി? അത് ഞാൻ പറഞ്ഞില്ലേ, നിന്നെ കാണാൻ നിന്റെ കോളേജിൽ വരാറുണ്ടെന്ന്. അവിടെ നിന്റെ ഒരു കൂട്ടുകാരിയെ ഗോവിന്ദ് ചാക്കിട്ട് പിടിച്ചു. അങ്ങനെ കിട്ടിയതാ. ഉം അപ്പൊ ഹരിയേട്ടനാണല്ലേ അത് പാടിയത്? അങ്ങനെ വരട്ടെ. അതാണ് എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ എന്തുകൊണ്ടോ ഹരിയേട്ടനെ ഓർമ്മ വന്നിരുന്നത്. എന്നെ പറ്റിക്കായിരുന്നല്ലേ? പറ്റിച്ചതല്ല, ശരിക്കും എന്റെ മനസ്സായിരുന്നു അത്. കഴിഞ്ഞ ജന്മങ്ങളിലേക്കെല്ലാം നീ എന്റെയായിരുന്നു. ഈ ജന്മത്തിലും ഇനി എത്ര ജന്മമുണ്ടെങ്കിലും നീ എന്റെ മാത്രമാണ്. എന്റെ മാത്രം. ഹരി അവളുടെ കൈത്തലം എടുത്ത് അതിൽ കവിൾ ചേർത്ത് കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണി, നമുക്ക് അടുത്ത ആഴ്ച എന്റെ നാട്ടിലേക്ക് പോകണം. എന്തിനാ ഹരിയേട്ടാ? പോകണം വേണ്ടി. എന്റേതായിട്ടുള്ള എല്ലാം, എനിക്കായി എന്റെ അമ്മ തന്നിട്ട് പോയതെല്ലാം എനിക്ക് തിരിച്ചു വേണം. അത് വേണോ ഹരിയേട്ടാ? അവരിനിയും ഹരിയേട്ടനെ ഉപദ്രവിച്ചാലോ? ഇല്ല വേണി, എനിക്കതെല്ലാം തിരിച്ചു വേണം. എനിക്കിപ്പോ ആരെയും പേടിയില്ല. ഉണ്ടായിരുന്നു. അത് പക്ഷെ എന്റെ അച്ഛനെ ഓർത്തായിരുന്നു. നിന്നെ നഷ്ടപ്പെടുമോന്ന് പേടിച്ചായിരുന്നു. ഇപ്പൊ എനിക്കതില്ല. കാരണം നീ എന്റെ കൂടെ ഉണ്ടല്ലോ. നീയാണ് എന്റെ ശക്തി. അവരെന്റെ അച്ഛനെ തല്ലിയില്ലേ? ആ മനസ്സ് കീറി മുറിച്ചില്ലേ? അതിനെനിക്ക് പകരം ചോദിക്കണം. നീ എന്റെ കൂടെ നിൽക്കില്ലേ വേണി? കൃഷ്ണ ഹരിയുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചു. ഞാൻ ഉണ്ടാകും ഹരിയേട്ടന്റെ കൂടെ എന്തിനും. എന്റെ ഹരിയേട്ടനിൽ നിന്ന് തട്ടിപ്പറിച്ചതെല്ലാം നമുക്ക് തിരിച്ചു വാങ്ങണം. ഹരിയേട്ടൻ അനുഭവിച്ച എല്ലാ വേദനകളും എണ്ണി എണ്ണി അവരോട് പകരം ചോദിക്കണം. കൃഷ്ണ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ എരിയുന്ന പക ഹരിയുടെ കണ്ണുകളിലേക്കും പടർന്നു. ഹരിയും കൃഷ്ണയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാധവനും ഇന്ദുവും പൂമുഖത്തുണ്ടായിരുന്നു. രണ്ടാളും അവരുടെ അരികിലേക്ക് ഇരുന്നു. ഹരി തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. അച്ഛാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും എതിര് പറയരുത്. എന്താ ഹരി? അത് അടുത്ത ആഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി നാട്ടിലേക്ക് പോകാം. എന്തിനാ ഹരിക്കുട്ടാ? വേണ്ട, ഇനി അങ്ങോട്ട് പോണ്ട. എന്റെ കുട്ടിക്ക് ഒരുപാട് സങ്കടങ്ങൾ തന്ന നാടാണത്. ഇവിടെ അവിടെ പോയാൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമാകും. പോണോ അമ്മേ? എന്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാണ്. അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ അമ്മ എനിക്കായി തന്നിട്ട് പോയ ഏക സമ്പാദ്യം, അത് മറ്റുള്ളവർ അനുവദിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അമ്മയുടെ അച്ഛന്റെ ആത്മാക്കൾ പോലും വേദനിക്കും. അതുകൊണ്ട് എനിക്കത് തിരികെ വേണം. പിന്നെ അമ്മയ്ക്കും ഇല്ലേ അവിടെ അവകാശം? അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഇത് നമ്മുടെ സ്വന്തം അല്ലല്ലോ അമ്മേ. എന്നാലും ഹരി, അവരിനിയും മോനെ ഉപദ്രവിച്ചാലോ? ഇല്ല അച്ഛാ. ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കാതിരുന്നത് എന്റെ അച്ഛനെയും വേണിയെയും എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു. എന്റെ അച്ഛനെ അവർ ഉപദ്രവിച്ചു. പിന്നെ വേണി, അവൾ എന്റെ ഒപ്പമാണ്. എനിക്കിനി ആരെയും പേടിയില്ല അച്ഛാ. ശരി, എല്ലാം മോന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അടുത്ത ഞായറാഴ്ച പോകാം. ഗോവിന്ദ് ലീവ് പറഞ്ഞിട്ടുണ്ട്. അനുവിനെയും കൊണ്ടുപോകണം. അവരുടെ വിവാഹം നടത്തണം. എനിക്ക് ഇത്രയും നാള് ഒരു വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതിരുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വിവാഹം വേഗം നടത്തണം. അതെന്റെ കടമ കൂടിയാണ്. അത് ശരിയാണ്. എത്രയും വേഗം നടത്തണം. അവനൊരു പാവം കുട്ടിയാണ്. അനുമോളും അങ്ങനെ തന്നെ.
അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമോ? അവനെ പോലൊരു കൂട്ടുകാരനെ കിട്ടിയതാണമ്മേ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ശരി, ഞാൻ അവനെ വിളിച്ചതല്ലോ എന്ന് പറയട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് തന്നെ പോകാം. അങ്ങനെ അവരെല്ലാരും ഞായറാഴ്ച പോകാൻ തീരുമാനിച്ചു. ഞായറാഴ്ച പുലർച്ചെ തന്നെ അവർ പുറപ്പെട്ടു. കളിയും ചിരിയും വർത്തമാനങ്ങളുമായി ഒരു ടൂറ് പോകുന്ന പ്രതീതിയായിരുന്നു. വൈകിട്ട് തന്നെ അവർ തിരുവനന്തപുരത്തെത്തി. അവിടെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് അവരവിടെ തങ്ങി. പിറ്റേ ദിവസം രാവിലെ അവർ പുറപ്പെട്ടു. ആദ്യം ഗോവിന്ദന്റെ വീട്ടിലേക്കാണ് പോയത്. ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവിടെ നല്ല സ്വീകരണമാണ് കിട്ടിയത്. ഗോവിന്ദന്റെ അച്ഛനും അമ്മയ്ക്കും അനുവിനെ ഇഷ്ടമായി. എത്രയും വേഗം വിവാഹം നടത്താനും തീരുമാനമായി. കുറച്ചു കഴിഞ്ഞ് അവർ ഇന്ദുവിന്റെയും ഹരിയുടെയും തറവാട്ടിലേക്ക് നടന്നു. അവരെ കണ്ട് വാസുവിന്റെയും വേണുവിന്റെയും കുടുംബങ്ങൾ അവിടേക്ക് വന്നു. ഹരി ആരെയും ശ്രദ്ധിക്കാതെ തറവാട്ടിലേക്ക് കയറി. അവനെ കണ്ട് ആദ്യം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. വല്യേട്ടാ, എവിടെയായിരുന്നു ഏട്ടാ? ഞാൻ എത്ര അന്വേഷിച്ചു എന്നറിയോ? ആദ്യം അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൃഷ്ണ വന്ന് അവന്റെ തലയിൽ തഴുകി. ആദി കരയില്ലേ? ഏട്ടൻ വന്നില്ലേ? ഇല്ല ഏട്ടത്തി, ഞാൻ ഞാൻ കാരണമാ ഏട്ടനെ അവര്. ഗോതുചേട്ടൻ എന്നോട് പറഞ്ഞതാ ഹരിയേട്ടനെ നോക്കണമെന്ന്. പക്ഷെ എന്റെ കണ്ണു വെട്ടിച്ച് അവരേട്ടനെ. ആദ്യം വീണ്ടും കരച്ചിൽ തുടർന്നു. ഹരി അവനെ പിടിച്ച് നേരെ നിർത്തി. കരയില്ലേ ആദിക്കുട്ട, ഒന്നും മോഹന്റെ തെറ്റല്ലല്ലോ. അതൊക്കെ ഏട്ടന്റെ വിധിയാണെന്ന് കരുതിയാൽ മതി. വിധിയല്ല ഹരിയേട്ട, ചിലരുടെ അത്യാർത്ഥിയുടെ ഫലമല്ലേ ഏട്ടൻ അനുഭവിച്ചത്. വീട്ടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന ആ ശബ്ദത്തിന്റെ ഉടമയെ എല്ലാരും നോക്കി. മനുക്കുട്ടൻ. മനു വന്ന് ഹരിയെ കെട്ടിപ്പിടിച്ചു. അവൻ തിരിച്ചു. ഹരിയുടെ ഇരുവശമായി അവർ രണ്ടുപേരും നിന്നു. ഹരി അവരെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ എല്ലാരും നോക്കി. കൃഷ്ണ അവന്റെ സന്തോഷം കണ്ട് പുഞ്ചിരിച്ചു. ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല ഹരിയേട്ടാ. ഏട്ടനും ഒന്നും ആരെ അറിയിച്ചില്ലല്ലോ. ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോഴാണ് അച്ഛൻ മരിച്ചതറിയുന്നത്. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എന്നെ പറഞ്ഞു വിട്ടു. ഞാനൊന്നും അറിഞ്ഞില്ല. ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ ആദ്യ എല്ലാം പറഞ്ഞത്. അതറിഞ്ഞപ്പോൾ തന്നെ ഞാനും ഏട്ടന്മാരും വല്യച്ഛന്മാരും എല്ലാം ഹരിയേട്ടനെ അന്വേഷിച്ചു. അതറിഞ്ഞ അയാൾ ഞങ്ങളെ ഉപദ്രവിച്ചു. ഇനി ഹരിയേട്ടനെ അന്വേഷിച്ചു പോയാൽ ഏട്ടന്റെ അവസ്ഥ തന്നെ എല്ലാവർക്കും വരുത്തു എന്ന് പറഞ്ഞ് അയാൾ പേടിപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ ദേഷ്യമൊന്നും തോന്നല്ലേ ഹരിയേട്ടാ. മാനു പറഞ്ഞുകൊണ്ട് ഹരിയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വിങ്ങിപ്പൊട്ടി. ദേഷ്യമോ? എനിക്കറിഞ്ഞൂടെ എന്റെ മക്കളെ. എനിക്ക് ദോഷം വരുന്നൊന്നും നിങ്ങൾ ചെയ്യില്ലെന്ന് ഏട്ടനറിയാം. സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. ഏട്ടൻ കുട്ടികൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരെ? സത്യമാണോ ഏട്ടാ? ആദി ചോദിച്ചു. സത്യം. അല്ല, അവരൊക്കെ എവിടെ? ചെറിയമ്മ? മനു ആദ്യം പരസ്പരം നോക്കി. പിന്നെ മനു ഹരിയോട് പറഞ്ഞു. അമ്മ അകത്തുണ്ട്, ഏട്ടൻ വരൂ. വരൂ ഏട്ടതേ. എല്ലാരെയും അകത്തേക്ക് വിളിക്കും. ഹരി അവരുടെ കൂടെ അകത്തുപോയി. പുറകെ കൃഷ്ണയും ബാക്കി എല്ലാരും. മനു ആദ്യം അവരെ നേരെ ചായ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. റൂമിലേക്ക് കടന്നതും മരുന്നിന്റെയും മലത്തിന്റെയും എല്ലാം ഒരു വൃത്തികെട്ട മണം. അവിടെ കിടക്കുന്ന രൂപം കണ്ട് ഹരി ഞെട്ടിപ്പോയി. ചെറിയമ്മ. അതെ ഹരിയേട്ടാ, ഏട്ടനോട് ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. 4 മാസം മുൻപ് ആങ്ങളെയും പെങ്ങളും കൂടി ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിയിൽ ബൈക്കിൽ ഒരു ടിപ്പർ അടിച്ചു വന്ന് വീണു. അമ്മ തെറിച്ചു വീണു. നട്ടലിന് ക്ഷതമേറ്റു. കഴുത്തിന് താഴേക്ക് ചലനശേഷിയില്ല. എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ കിടക്കാം. പക്ഷെ സംസാരിക്കാം. അയാൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടി. അയാളുടെ കാലിന് മുകളിൽ കൂടിയാണ് ടിപ്പർ കയറി ഇറങ്ങിയത്. അതുകൊണ്ട് 2 കാലും മുറിച്ചു മാറ്റേണ്ടി വന്നു. ദൈവമുണ്ട് ഹരിയേട്ടാ. അതുകൊണ്ടല്ലേ ഏട്ടനെ ദ്രോഹിച്ചവർക്ക് ദൈവം തന്നെ ശിക്ഷ കൊടുത്തത്. കിടന്ന് നരയിക്കട്ടെ രണ്ടും. അതുകൊണ്ടല്ലേ അന്ന് ചാവാതിരുന്നത്. ഹരി നിർവികാരമായി അവരെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഹരി, മോനെ. സുമതി വിതുമ്പലോടെ അവനെ വിളിച്ചു. കൃഷ്ണ കോപത്തോടെ അവർക്കരികിലേക്ക് ചെന്നു. മോനോ? ആരുടെ മോൻ? അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ വിളി കേൾക്കാൻ ആ പാവം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? ദ്രോഹിക്കുന്നതിന് പരമാവധി നിങ്ങൾ ദ്രോഹിച്ചില്ലേ? എന്നിട്ടും ഹരിയേട്ടൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. അവസാനം എല്ലാം തട്ടിയെടുത്ത് നിങ്ങൾ ഏട്ടനെ ഭ്രാന്തനാക്കിയില്ലേ? എല്ലാം പിടിച്ചടക്കിയിട്ട് എന്ത് നേടി? അത് അനുഭവിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. നരകിക്കും നിങ്ങൾ. ഇവിടെ കിടന്ന് പൊഴുത്ത് ചാവാവും. നോക്കിക്കോ. കൃഷ്ണ നിന്ന് വിറച്ചു. ഹരി അവളുടെ ചുമലിൽ കൈവച്ചു. അവൾ അവന്റെ നെഞ്ചിൽ മുഖമമർത്തി കരഞ്ഞു. ഹരി അവളെ ചേർത്ത് പിടിച്ചു. സുമതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഹരി അവരെ നോക്കി. ഞാൻ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഒരംശം പോലും ആയിട്ടില്ല ചെറിയമ്മ ഇത്.
5 വയസ്സു മുതൽ 23 വർഷം ഞാൻ അനുഭവിച്ച വേദനയ്ക്കും കണ്ണുനീരിനും പകരം ഞാൻ തരാനിരുന്നതാണിത്. പക്ഷെ ദൈവമായിട്ട് അത് എന്നെ കൊണ്ട് ചെയ്യിച്ചില്ല. എന്റെ അച്ഛന്റെ അമ്മയുടെയും ആത്മാവ് എന്റെ കൂടെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ കാരണം ഇവളെ എനിക്ക് വേദനിപ്പിക്കേണ്ടി വന്നു. ഇനി ഞങ്ങൾ പോവുകയാണ്. സന്തോഷത്തോടെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങൾ ഇഞ്ചിഞ്ചായി തീരുന്നത് കാണാൻ. ഹരി കൃഷ്ണയും ചേർത്ത് പുറത്തേക്ക് വന്നു. മാധവനും ബാക്കിയുള്ളവരും അവരുടെ പിറകെ ചെന്നു. ഇന്ദു സുമതിയുടെ അരികിൽ ചെന്ന് അവരുടെ മുഖമടച്ചൊരടി കൊടുത്തു. സുമതി ഞെട്ടലോടെയാണ് ഇന്ദുവിനെ നോക്കിയത്. ഇതെന്തിനാണെന്നറിയോ? ഞാൻ 5 വർഷം പൊന്നുപോലെ നോക്കി വളർത്തി നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ എന്റെ കുട്ടിയെ ഇട്ട് നരകിപ്പിച്ചന്. ഇനി ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ലാതായിപ്പോ. ഇനി അയാൾക്കുള്ളതും കൂടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നിന്റെ പൊന്നാങ്ങളയ്ക്ക്. പോട്ടേടി യക്ഷി. ഇന്ദു വെട്ടിത്തിരിഞ്ഞു പുറത്തേക്ക് പോയി. സുമതി നിസ്സഹായതയോടെ അവർ പോകുന്നത് നോക്കി കിടന്നു. എല്ലാരും ഹാളിലേക്ക് വന്നിരുന്നു. അപ്പോഴാണ് അടുക്കളയിൽ നിന്ന് ട്രേയിൽ ചായയുമായി വരുന്ന കുട്ടി ആളെ കണ്ട് ഹരിയുടെ ചുണ്ടുകൾ ചരിച്ചത്. സൂര്യ. ഹരിയുടെ അമ്പരപ്പ് കണ്ട് മനു എഴുന്നേറ്റ് അവൾക്കരികിൽ ചെന്ന് അവളെ ചേർത്തു പിടിച്ചു. ഏട്ട പേടിക്കണ്ട, ഇവളിപ്പോൾ എന്റെ ഭാര്യയാണ്. കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം. ഹരിയും കൃഷ്ണയും അത്ഭുതത്തോടെ നോക്കി പറഞ്ഞു. എനിക്കിവളെ ഇഷ്ടമായിരുന്നു. അത് ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവളും എതിരൊന്നും പറഞ്ഞില്ല. പിന്നെ സുരേന്ദ്രൻ മാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എതിര് പറയാൻ വന്നില്ല. പിന്നെ അതിന്റെ പിന്നിൽ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഹരി സംശയത്തോടെ മനുവിനെ നോക്കി. ഏട്ടൻ സംശയിക്കേണ്ട, നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവരെല്ലാരും കൂടി കുറെ നേരം സംസാരിച്ചിരുന്നു. ഇന്ദുവും കൃഷ്ണയും സൂര്യയും കൂടി ഭക്ഷണം ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയി. ഉച്ചയ്ക്ക് എല്ലാരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ കഴിച്ചു. കുറച്ചു സമയം വിശ്രമിച്ച ശേഷം എല്ലാരും കൂടി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് തിരിച്ചു. മാനുവും സൂര്യ ആദ്യം അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരെ എല്ലാരെയും ഒരുമിച്ച് കണ്ട് അയാൾ അമ്പരന്നു. പക്ഷെ ഹരിയെ കണ്ടപ്പോൾ അയാളുടെ മുഖത്തെ പതറിച്ച എല്ലാവരും ശ്രദ്ധിച്ചു. ഹരി അയാളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു, കനലെരിയുന്ന കണ്ണുകളോടെ. മറന്നിട്ടില്ലല്ലോ എന്നെ? എനിക്കറിയാം അത്ര പെട്ടെന്ന് എന്നെ മറക്കാൻ കഴിയില്ലെന്ന്. ഞാൻ തിരിച്ചു വരില്ലെന്ന് കരുതിയോ? അത്ര പെട്ടെന്നൊന്നും ഞാൻ തീരില്ലടോ. എന്റെ കൂടെ എന്റെ അച്ഛന്റെ അമ്മയുടെ ആത്മാവുണ്ട്. അവരെന്നെ കാത്തോളും. സുരേന്ദ്രന്റെ കണ്ണുകൾ പക കൊണ്ട് ജ്വലിച്ചു. എടാ, നീ എന്റെ മുന്നിൽ നിന്ന് വെല്ലുവിളിക്കാറായോ? ഹരി അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നായേ, ഇത്രയൊക്കെ ആയിട്ടും നീ എന്നെ വെല്ലുവിളിക്കുന്നെന്നോ? എന്റെ ഒരു ചവിട്ടില്ല നിന്നെ ഇപ്പോൾ. ഇവിടെ ഇട്ട് നിന്നെ തീർത്താലും നിയമം പോലും എന്നെ ഒന്നും ചെയ്യില്ല. അതിന് നീയായിട്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നിട്ടില്ലേ? അത് മതി. പക്ഷെ നീ അങ്ങനെ പെട്ടെന്നൊന്നും ജീവിതം കളയാൻ പാടില്ല. നരകിച്ച് ഇഴഞ്ഞിഴഞ്ഞു വേണം നിന്റെ ജീവിതം തീരാൻ. അതെനിക്ക് കാണണം. ഗോവിന്ദ് അയാളുടെ അരികിൽ ചെന്ന് ഇരു കവിളിലും മാറി മാറി അടിച്ചു. ഇത് എന്റെ വക, എന്റെ ഹരിയെ വേദനിപ്പിച്ചതിനും പിന്നെ ഒരു പാവം പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞതിനും. മനു സൂര്യൻ അയാളുടെ അരികിലേക്ക് ചെന്നു. അച്ഛൻ ഈ ദുഷ്ടങ്ങളെല്ലാം ചെയ്ത് സമ്പാദിച്ചു കൂട്ടിയതെല്ലാം എനിക്ക് വേണ്ടിയല്ലേ? പക്ഷെ എനിക്കിതൊന്നും വേണ്ട. ഞാനത് ഹരിയേട്ടന് എഴുതി കൊടുത്തു. അതിനു വേണ്ടിയാണ് മനുവേൺ എന്നെ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനത് അവർക്ക് തന്നെ കൊടുത്തു. എനിക്ക് എന്റെ മനുവേന്റെ സ്നേഹം മാത്രം മതി. അച്ഛന്റെ ഒപ്പം കഴിഞ്ഞപ്പോൾ സ്നേഹത്തിന്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോ എനിക്കത് നന്നായിട്ടറിയാം. ഞങ്ങളുടെ ഇടയിലേക്ക് ഇനി അച്ഛന്റെ കുടിലതയും കൊണ്ട് വരരുത്. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ പങ്ക് പറ്റാൻ ആരും ഉണ്ടാവില്ല. ഈ ഞാനും. മനുവിന്റെ കൈയും പിടിച്ച് അവൾ പുറത്തിറങ്ങി. പിന്നാലെ മറ്റുള്ളവരും. പുറത്തിറങ്ങിയതും മനു അവളെ പിടിച്ചു നിർത്തി. നിന്നോടാരാ പറഞ്ഞേ സ്വത്തിനു വേണ്ടിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചതെന്ന്? അതല്ലേ ശരി? അല്ല, അതല്ല ശരി. നിന്നെ എനിക്ക് ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഓർമ്മ വെച്ചപ്പോൾ മുതലുള്ള ഇഷ്ടം, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. അവൻ അവളെ ചേർത്തു പിടിച്ചു. ഹരിയും കൃഷ്ണയും മാധവനും ഇന്ദുവും ഹരിയുടെ അമ്മയുടെ തറവാട്ടിൽ താമസമാക്കി. ഹരിക്കും കൃഷ്ണയ്ക്കും നാട്ടിൽ തന്നെ ജോലി ശരിയാക്കി. ഗോവിന്ദും അനുവും പഴയ സ്ഥലത്ത് തന്നെ. ഒരു മാസശേഷം ഉണ്ണിയാർച്ച അവളുടെ കുഞ്ഞിരാമന് സ്വന്തമായി. കല്യാണത്തിന് വരുണിനൊപ്പം വന്ന ആളെ കണ്ട് കൃഷ്ണയും അനുവും അമ്പരന്നു. പ്രിയേച്ചി, പ്രിയേച്ചിയാണോ വരുണേട്ടന്റെ വൈഫ്? അതെങ്ങനെ? ഹരി പുഞ്ചിരിയോടെ കൃഷ്ണയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. എന്റെ വേണി, ഈ വരുണേട്ടനെ വിളിക്കാനല്ലേ അവൾ ഞങ്ങളുമായി കൂട്ടുകൂടിയത്. അവസാനം രണ്ടും കൂടി മുടിഞ്ഞ പ്രേമമായി. അതിനിടയിലല്ലേ അയാള് കാരണം ഇവർ നാടുവിട്ടത്. പിന്നെ വരുണേട്ടൻ ഇവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൂടെ കൂട്ടി. ഇപ്പൊ 2 വർഷമായി. അങ്ങനെ എല്ലാരും കൂടി കല്യാണം അടിച്ചു പൊളിച്ചു.
അതിനിടയിൽ കൃഷ്ണ തലചുറ്റി വീണ് പുതിയ ആളുടെ വരവറിയിച്ചു. രാത്രി ഹരിയുടെ നെഞ്ചിൽ തലവെച്ച് കിടന്ന് കൃഷ്ണ ചോദിച്ചു, ഹരിയേട്ടന് ആൺകുട്ടി വേണോ അതോ പെൺകുട്ടിയോ? ആരായാലും എന്റെ വേണിയെ പോലെ ഒരു കുറുമ്പനോ കുറുമ്പത്തിയോ മതി. എന്നാലേ ഞാൻ പ്രസവിക്കുന്നത് എന്റെ രണ്ടാമത്തെ കുട്ടിയാണ്. എന്റെ ആദ്യത്തെ കുട്ടി എന്നും എന്റെ ഹരിക്കുട്ടനായിരിക്കും. അത് പറഞ്ഞ് അവന്റെ ചുണ്ടിലേക്ക് അവർ തന്റെ മുഖം അമർത്തി. അവളുടെ ജീവിതത്തിലെ പുതിയ അതിഥിയും കാത്ത് അവർ അവരുടെ ജീവിതയാത്ര അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഈ കഥയുടെ ഒപ്പം കൂടി എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരും മുന്നോട്ടുള്ള കഥകളിലും ഒപ്പം ഉണ്ടാവണേ. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം കൂടിയ കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. നന്ദി.